ഹലോ ഫ്രണ്ട്സ്, ഇന്നതായി ഈ ഒരു വലിയ ഏത്തക്ക വെച്ചിട്ട് നമുക്കൊരു വിഴുക്ക് തയ്യാറാക്കാം. 1-2 പേർക്ക് കഴിക്കാൻ ഈ ഒരു ഒറ്റ കാ മതിയാക്കും. ഇപ്പോൾ കൂടുതൽ പേർക്കാണെങ്കിൽ അതിനനുസരിച്ച് കായ എടുക്കണം. അപ്പോൾ സാധാരണ പച്ചക്കായ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഏത്തക്കായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു, ഒരു ചെറിയൊരു ചട്ടി. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് പച്ചമുളകും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് അതൊന്ന് വഴന്ന് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു അളവിനാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കഴുകിയെടുത്ത് അതിൻ്റെ ആ ഒരു കറ പോലെ ഉണ്ട്, അത് ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം വിളഞ്ഞതാണ്. അപ്പോൾ വിളഞ്ഞ കായായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇതിൽ ഞാൻ വെള്ളമൊന്നും കുടഞ്ഞു കൊടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുടഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇച്ചിരി പൊടികളായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചേക്കുമ്പോഴത്തേക്ക് നമുക്കിത് സെറ്റായി കിട്ടും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.